ഹലോ, ഇന്ന് നല്ലൊരു പ്രകൃതി രമണീയമായ കാഴ്ച ഞാൻ കാട്ടിത്തരട്ടെ. നല്ല മഴയാടോ ഇവിടെ. രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല കേട്ടോ. അപ്പം എന്താണ്ട് രാവിലെ ഞാൻ ഉറക്കൊനീറ്റിടം പോലും മഴയാണ് കാണുന്നത്. പിന്നെ നമുക്ക് പണിയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. റെസിപ്പി ഞാൻ പ്രത്യേകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണേ ഇന്ന് നമുക്ക് നല്ലൊരു പൊറോട്ടയാണ് എന്നുവെച്ചാൽ വീറ്റ് പൊറോട്ട കേട്ടോ. അപ്പം എന്താണ്ട് അതൊക്കെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയത് ഇതേ കണക്ക് അങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ പൂ പോലുള്ള നല്ല ലെയറുകളോട് കൂടിയ നല്ല വീറ്റ് പൊറോട്ട കിട്ടും കേട്ടോ. അപ്പം എന്താ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് കേട്ടോ. ഇനി നമ്മളുടെ കുഞ്ഞി അടുക്കള ഒന്ന് കണ്ടിട്ട് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ്ട് ഞങ്ങൾക്ക് ഇത്രയും സ്പേസേ ഉള്ളൂ, വളരെ കൊച്ചൊരു അടുക്കളയാണേ. ഈ ഒരാളും അതിന് മുകളിലിരിക്കുന്ന ആളും എൻ്റെ വീഡിയോയിൽ പുതിയ അതിഥികളാണ് കേട്ടോ. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഫിൽറ്ററും മുകളിലിരിക്കുന്ന ദാണ്ട ഈ മണി പ്ലാന്റും. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ കുറച്ചായി ഞാൻ വെച്ചിട്ട്, പക്ഷേ ഞാൻ വീഡിയോയിലൊന്നും അധികം ഇപ്പം കൂടുതലും റെസിപ്പി വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അത് കാരണം ഇതിനെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ആൾ വളർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് പുതിയ അതിഥിയാണ് കേട്ടോ. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ അടുക്കളയിലെ പുതിയ അതിഥികൾ. എൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് പണി തരുന്നുണ്ടായിരുന്നു, അത് കാരണം വാങ്ങിയതാണ് കേട്ടോ. നല്ല മഴ ചാറിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വീട് വെച്ച നാൾ മുതലേ എൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇതിൽ അടുക്കി പിറക്കി വെക്കാറുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഈ കത്തിയും അതൊന്നും ഇടാനുള്ള സ്പേസ് ഇല്ലെന്നല്ല, സാധനമൊന്നുമില്ലായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് മേടിക്കണം ഓർഗനൈസ് ചെയ്യാനായിട്ട്. പിന്നെ ഇവനാണ് എൻ്റെ ആകെയുള്ള ഒരു കബേർഡ്. ഇത്രയും സാധനങ്ങൾ എല്ലാം ഞാൻ ഇതിനകത്ത് തിങ്ങി നിരക്കി വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ട ഉപ്പ് ഭരണി, പിന്നെ ഇടികല്ല്, എണ്ണ കുപ്പികൾ. പിന്നെ ഇവിടെയാണ് ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കാറ്. എല്ലായിടവും ഞാൻ ഇച്ചിരി പച്ചപ്പും ഹരിതാവും കൂടുതലുണ്ടായിരുന്നേ, എല്ലായിടവും കുറേ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പച്ചപ്പ് കണ്ടിരിക്കാൻ കേട്ടോ. ഇനി ഇതാണ് ഞങ്ങളുടെ വിറകടുപ്പ്. ഇവിടെയാണ് ഞാൻ കലവും ചട്ടികളും ഒക്കെ ഉണക്കാനായിട്ട് വെക്കുന്നത്. അവിടെ ആകുമ്പോൾ നല്ല ചൂടാണ് രാത്രി വരെയും. അപ്പോൾ അവിടെ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചോറൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ചാമ്പലൊന്ന് വാരണം. ബാക്കിയെല്ലാം ഞാൻ പുറമേ എല്ലാം ഞാൻ വൃത്തിയാക്കി തലേന്ന് തന്നെ വൃത്തിയാക്കി ഇടും കേട്ടോ. ഇന്നലെ സാറ്റർഡേ ആയിരുന്നല്ലോ, ഇന്നിപ്പോൾ സൺഡേ ആയത് കാരണം ഒരു മടി. തലേന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ ഭയങ്കര മടിയാണ്. നമുക്ക് സൺഡേ അല്ലേ, നമുക്ക് ഹോളിഡേകളിൽ വീട്ടമ്മമാർക്ക് ഹോളിഡേ ഒന്നും ഇല്ല, എന്നാലും ഒരു മടിയായിരിക്കും. നാളെ ചെയ്യാം, സൺഡേ അല്ലേ, അങ്ങനെ ഒരു വിചാരമാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ ഞാനെന്തെങ്കിലും ചാമ്പലൊന്നും വാരിയിട്ടില്ലായിരുന്നേ. അപ്പം എന്താണ്ട് നമ്മളുടെ അടുപ്പ് ക്ലീൻ ചെയ്യുമ്പോഴേ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരേ. നമ്മളെപ്പോഴും ഈ അടുപ്പ് യൂസ് ചെയ്യുന്നവർ, മറ്റേ വിറകടുപ്പുണ്ടല്ലോ അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ആണെങ്കിൽ ഇതിനകത്തൂടാണ് നമ്മളുടെ പുകയെല്ലാം മുകളിലേക്ക് പുകക്കുഴലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ അടുപ്പ് തീ കൊളുത്തുന്നതിന് മുമ്പേ ഇതേ കണക്ക് ആ കുഴലിലോട്ട് പോകുന്ന സൈഡിലോട്ടുള്ള വെണ്ണീറുണ്ടല്ലോ, അതിങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നീക്കി എടുക്കണം കേട്ടോ. ഇപ്പം എൻ്റെ അതിനകത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല, ഞാൻ എന്നും ക്ലീൻ ചെയ്യുന്നത് കാരണം അപ്പം അഴുക്കൊന്നുമില്ല. പിന്നെ ദാണ്ട് ഇതിപ്പം ഞങ്ങളിവിടെ വീട് വെച്ചിട്ട് ഒരു 15 കൊല്ലമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ അടുപ്പ് നല്ല സുന്ദര കുട്ടനായിട്ടാണ് ഇരിക്കുന്നത്, ഒരു കരി പോലും പിടിക്കാതെ. ഇതിൻ്റെ ടിപ്പൊക്കെ ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ അടുപ്പ് ക്ലീൻ ചെയ്ത് വെക്കാനുള്ള കുറച്ച് ടിപ്പുകളൊക്കെ കേട്ടോ. കലത്തിനകത്ത് കരി പിടിക്കാതിരിക്കാനും എങ്ങനെ നമ്മൾ ഈ അടുപ്പ് ക്ലീൻ ചെയ്യണം എന്നൊക്കെയുള്ള കേട്ടോ. അതൊക്കെ ഞാൻ ഒരു പ്രത്യേകം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് പാല് വന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലേ എന്നെപ്പോലെ ചെറിയൊരു മടിച്ചനായിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട് ചേട്ടനും കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ് പാല് വാങ്ങിക്കുന്നത്. ഒന്നിച്ചാളിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നും എനിക്ക് പോകാൻ വയ്യാന്നുള്ള മടി കാരണേ. അപ്പോൾ എന്താണ്ട് നമുക്ക് 2 ദിവസത്തേക്കുള്ള പാലാണിത്. 2 ലിറ്റർ പാല് വാങ്ങിക്കേ. അതൊന്നിച്ച് ഒരു ദിവസം മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് തണുപ്പിച്ചിട്ട് കാച്ചും നമ്മൾ ആദ്യം. എന്നിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. കേടൊന്നും ആവത്തില്ല കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. 2 ദിവസം നിൽക്കും. അതിൽ കൂടുതലൊക്കെ വെക്കണമെങ്കിൽ ഫ്രീസറിലൊക്കെ വെക്കണമായിരിക്കും. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ലേ. അപ്പം നമ്മൾ 2 ദിവസത്തേക്കുള്ള പാലാണ്. ഇതിപ്പോൾ ഇനി ഒന്ന് തിളച്ചൊക്കെ വരാനേ ഒരു 10-15 മിനിറ്റ് എടുക്കുമേ, അധികം പാലുണ്ടായത് കാരണം. അപ്പം നമുക്ക് വേറെ കുറച്ച് ജോലികളൂടെ ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട്. പാല് വാങ്ങിക്കൊണ്ട് വന്ന പാത്രം നമുക്ക് കഴുകി അതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ പാല് ഒഴിച്ച് തണുക്കാനായിട്ട് വെക്കുന്നത്. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത് കേട്ടോ.
അപ്പോഴപ്പോഴുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ അന്നേരം അങ്ങ് കഴുകി വെച്ചാലേ നമ്മളുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ കൊച്ചടുക്കളയുള്ളവരാണെങ്കിൽ എപ്പോഴും പാത്രങ്ങൾ എളുപ്പം കഴുകി മാറ്റിയില്ലെങ്കിൽ. എൻ്റേത് കുഞ്ഞ് സിങ്കുമാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ അധികം വീതിയില്ലാത്ത കൗണ്ടർ ടോപ്പുമാണ്. അധികം പാത്രം ഒന്നും അങ്ങനെ നിരത്തി വെക്കാനൊന്നും സ്പേസ് ഇല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ അരി ഇടാനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീണ സാധനം ഉണ്ടല്ലോ, എൻ്റെ പൈപ്പിൻ്റെ ഇങ്ങനെ കറക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതാണ് കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഊരി വീഴുക. ചേട്ടനിക്ക് കുറേ ദിവസമായിട്ട് പറയുന്നത് ഒന്ന് മാറ്റിത്താന്ന്. ഇനി എന്തായാലും അടുത്ത മാസം ഇത് മാറ്റിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കേട്ടോ. ഇപ്പം നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടുണ്ടേ. ഈ കാണിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, കുറേ നാളായി എൻ്റെ കൂടെ കൂടിയിട്ട്. എന്താണെന്നല്ലേ, അരി ഇതാണ്ട് ഇങ്ങനെ ഇടുന്നതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥന. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ആരോ പറഞ്ഞു തന്നാണ്. നമുക്ക് ഫുഡ് എന്നും കിട്ടുന്നതല്ലേ, അത് നമുക്ക് തന്ന ആ ദൈവത്തിനോട് ഒരു നന്ദി സൂചകമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അരി അടപ്പിടണം എന്നുള്ളത് കേട്ടോ. പക്ഷേ അത് ഞാൻ ഇന്നും അന്ന് അറിഞ്ഞ കാലം മുതൽ ഇന്ന് വരെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ ദാണ്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒഴിച്ച് നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴേ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. എന്ത് പറ്റിയാണെന്നറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പോൾ അധികം ഇടക്കില്ല കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. ഞായറാഴ്ചകളിലാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പോൾ നടക്കത്തേയില്ല. മക്കൾക്കാണെങ്കിൽ രാവിലെ ട്യൂഷന് പോകണം. ദേവുവിനാണെങ്കിൽ 7 മണിയാകുമ്പോൾ പോകണം. അമ്മാടുവിന് 7 മണിയാകുമ്പോൾ പോകണം. ദേവു ഒരു 9:30 ആകുമ്പോഴാണ് പോയത്. അവൾ കാപ്പി കുടിച്ചിട്ട് പോയി. ഇനി അമ്മാടു വന്നിട്ടേ കഴിക്കത്തുള്ളൂ. 10 മണിയൊക്കെ ആവും വരാൻ. അപ്പോഴത്തേക്ക് നമ്മളുടെ പണികളെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് വല്ലതും പോകണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് കാപ്പിയൊക്കെ അങ്ങ് കഴിച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാനേ. നല്ല പഞ്ഞി പോലുള്ള വീറ്റ് പൊറോട്ടയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് ഉച്ചക്കലത്തേക്ക് സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ച് നെത്തോലി മീനുണ്ടായിരുന്നു, പിന്നെ ഒരു ബീട്രൂട്ട് തോരനും. നെത്തോലി മീൻ കറിയാണെങ്കിൽ ഞാൻ ഇച്ചിരി കോവയ്ക്കൊക്കെ ഇട്ട് വെച്ച് ഒരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാതെ സ്പെഷ്യലായിട്ട് ഇന്നൊന്നും ചിക്കനോ മട്ടനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അധികം ഞങ്ങൾ ചിക്കനും മട്ടനും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കാറില്ല. മീനാണ് കൂടുതലും വാങ്ങിക്കുന്നത്. പിന്നെ സൺഡേ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മീനോ കൊഞ്ചോ ഞണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമെന്നല്ലാതെ കേട്ടോ. എനിക്ക് ഈ ചോപ്പറൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനെല്ലാം ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനിയൊരു ചോപ്പറൊക്കെ വാങ്ങിക്കണം ഒരു ഹെൽപ്പറായിട്ട്. പിന്നാണെങ്കിൽ വീഡിയോയ്ക്ക് വരും എസ്തെറ്റിക് ഇല്ല എന്നുള്ള എൻ്റെ മോളുടെ പരാതി തീർക്കാൻ വേണ്ടി അവൾ തന്നെ എടുത്തതാണ് ഈ കുറച്ച് പോർഷൻ. ഇത് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച സീതപ്പഴമാണ് കേട്ടോ. നല്ല മധുരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിലൊന്നാണ് ഇത്. അപ്പോൾ ഇച്ചിരി എസ്തെറ്റിക് എൻ്റെ വീഡിയോയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാനും. അപ്പോൾ അവൾ എടുത്തത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കിട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ചിട്ട് ഊറ്റി അടുപ്പിനകത്തോട്ട് മീൻകറിക്കുള്ളതും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പാത്രം ഉണ്ടല്ലോ, ഈ അരി അടച്ചിടുന്ന പാത്രം നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് കയ്യിലെങ്ങും വീഴാതെ നന്നായിട്ട് അരി ഊറ്റിയിടാൻ പറ്റും കേട്ടോ. ഏത് ചെറിയ പാത്രം വേണമെങ്കിലും നമുക്കത് ഊറ്റിയിടാൻ പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് തോരനൊക്കെ വെക്കാനുള്ള പാത്രമാണ്. ആ പാത്രം കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. കുറേ വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പാലിയേഴ്സിന് കിട്ടിയതാണ്. അതിനകത്ത് ആ കോട്ടിംഗ് എല്ലാം പോയിട്ട് കുറേ കാലമായി. ഇതിനകത്ത് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കരുതെന്നാണ് പറയുന്നത്. എന്നാലും കോട്ടിംഗ് എല്ലാം പോയി വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ തന്നെ കളയാൻ അങ്ങോട്ട് മനസ്സ് വന്നില്ല. കുറേ വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളല്ലേ, പഴഞ്ചനായി കഴിയുമ്പോൾ എടുത്ത് കളയണ്ടെന്നുള്ളൊരു വിഷമം കേട്ടോ. അപ്പം അടുപ്പിലോട്ട് ഞാൻ മീൻ നെത്തോലിയും കോവയ്ക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ വേവാൻ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബീട്രൂട്ട് തോരനുണ്ടല്ലോ, പെട്ടെന്നാണ് ആശാനായി കിട്ടുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഒരു 7 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ പിന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സും തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അവനെ അങ്ങ് റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അടുത്ത പാചകവും ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഈ ഒരുപാട് പാത്രം കഴുകാനുള്ള മടി, അത് കാരണം ഞാൻ അത് തന്നെ വീണ്ടും കഴുകി അങ്ങ് യൂസ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നെത്തോലി ഞാൻ മാറ്റി വെച്ചിരുന്നേ. സൺഡേയിലേ ഇച്ചിരി പൊരിച്ച മീനൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നെത്തോലി, എൻ്റെ അമ്മാളിന് ഭയങ്കര ഇഷ്ടമാണ് ഈ നെത്തോലി പൊരിച്ചത്. അങ്ങനെ ഞാൻ കുറച്ച് നെത്തോലിയൊക്കെ ഇങ്ങനെ വറുത്ത് കോരാമെന്ന് വിചാരിച്ചേ. ഒരുപാടൊന്നുമില്ല, ഒരു വട്ടം ഇങ്ങനെ പൊരിച്ചെടുക്കാനേ ഉള്ളൂ. കറിക്കുണ്ടായിരുന്നതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. ഇനി ഒരു രസവും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ചെല്ലാം ഒരുവിധം പണികളൊക്കെ തീരും കേട്ടോ.
കടു പൊട്ടിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ മൂത്തിരിക്കുന്ന നെത്തോലി വീണ്ടും അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി കരിഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ച് ഞാനതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചത്. ഈ അമ്മമാർക്ക് 3ഉം 4ഉം കൈകളുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ വോയിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടെന്നാ നെത്തോലി പാരിയിടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ രസവും വെക്കുന്നുണ്ട്. അമ്മമാർക്കുള്ള ഒരു പ്രത്യേക സവിശേഷതയാണിത് അല്ലേ. ഒരു സമയം തന്നെ 1ഉം 2ഉം 3ഉം ജോലികൾ അവർ ഒരേ സമയം ചെയ്യും. ഇനി ഈ നെത്തോലിയൊക്കെ പറക്കി മാറ്റിയിട്ടേ അതങ്ങ് കയ്യോടെ കഴുകി വെക്കാനുള്ള വെപ്രാളമാണ് കേട്ടോ. അല്ലെങ്കിലാണെങ്കിൽ പിന്നീട് പാത്രം എല്ലാം കൂടെ ഇങ്ങനെ കുന്നുകൂടി കിടന്നിട്ട് വലിയൊരു ജോലി പോലെ തോന്നും കേട്ടോ. അതെനിക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അന്നേരമുള്ള പാത്രങ്ങളെല്ലാം അന്നേരം അങ്ങ് കഴുകി മാറ്റും കേട്ടോ. ഇനി നമ്മളുടെ രസത്തിനകത്ത് തക്കാളിയൊക്കെ ഇട്ട് ഇച്ചിരി പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒരു തട്ടിക്കൂട്ട് രസം എന്നൊക്കെ പറയാം. ഒരുപാടങ്ങ് ആഡംബരമായിട്ടുള്ള രസമൊന്നും അല്ല കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മല്ലിയില നിങ്ങളെ കാണിക്കുന്നത് ഇത് 1 മാസത്തെ പഴക്കമുള്ള മല്ലിയിലയാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ടല്ലേ ഇരിക്കുന്നത്. ഈ മല്ലിയില ഞാനാണെങ്കിൽ കഴുകി കണ്ടെയ്നറിനകത്ത് സൂക്ഷിക്കുന്നതാണേ. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ടിപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയമില്ലേ. ഇനി ഇന്ന് മീൻകറി വെച്ചെന്ന് പറഞ്ഞല്ലോ, കോവയ്ക്കൊക്കെ ഇട്ട് വെച്ചുള്ള മീൻകറിയാണേ. അതിനകത്തോട്ട് ഇത്തിരി ഒന്ന് കടുക് താളിച്ചൊഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പതിവൊന്നുമില്ല, ഇങ്ങനെ എല്ലാ കറിയൊക്കെ ഞാൻ താളിച്ചൊഴിക്കുന്ന പതിവൊന്നുമില്ല. ഇന്ന് പിന്നെ എന്തോ ഇച്ചിരി അങ്ങ് ഒഴിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങ് ഒഴിച്ചതാണ് കേട്ടോ. ഈ കറിവേപ്പിലേ ഞങ്ങളുടെ വീട്ടിൽ പിടിക്കുന്നതാണ്, വലിയ ഇലകളാണ് കേട്ടോ. വാഴയില ഞുറുക്കിയിട്ടാണ് കിടക്കുന്നല്ലേ. ഇനി ഇത്രയും പാത്രങ്ങളൂടുണ്ട്. അവസാനം എത്ര നമ്മൾ കഴുകി വെച്ചാലും പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ എന്തായാലും അടച്ചതും ഞുറുക്കിയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രം എന്തായാലും കാണും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോഴാണെങ്കിൽ ഒരു ഫുൾ ഡേ മൊത്തത്തിലൊരു ഡേ മൈ ലൈഫ് എടുക്കണമെന്നൊക്കെ ആയിരുന്നേ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ ഒരു വലിയ പണി കിട്ടിയേ. അത് കാരണം ഇനി ഈ ക്ലീനിങ്ങോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഇച്ചിരി കുറച്ച് മുളക് 2 കിലോ മുളക് ഉണക്കാനായിട്ട് ഇട്ടിരുന്നു. ഇന്നലെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കഴുകി ഉണക്കാനായിട്ട് ഇട്ട് ഒരുവിധം ഉണങ്ങി എന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗത്തോളം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ ഒരു വട്ടവും കൂടെ ഒന്ന് ഉണക്കിയാൽ മാത്രമേ അത് കുറച്ച് 2-3 മാസത്തേക്കുള്ള മുളകല്ലേ, 2 കിലോ മുളകൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടല്ലോ, ഇനി അത് ഇരുന്ന് കഴിഞ്ഞാൽ നനവ് ചെറുതുണ്ടായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂത്തുപോയി നാശമാകും കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ ഫുള്ള് മഴയാണ്. രാവിലെ ഉറക്കം എണീറ്റിടം മുതലേ മഴയാണ്. ഇനി അത് അങ്ങനെ വെച്ചിരുന്നാൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് പൂത്തു പോവുമോ. ഒത്തിരി കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന മുളകല്ലേ, കാശ്മീരി മുളകൊക്കെയാണേ. അപ്പോൾ അത് പൂത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടമാണ്. പിന്നെ അത് കഴുകിയെടുത്താലും ശരിയാകത്തില്ല, ഉള്ളിനകത്തൊക്കെ പൂത്തു പോയി കഴിഞ്ഞാലേ. അപ്പോൾ ഈ വീഡിയോ എടുപ്പൊക്കെ ഒന്ന് നിർത്തി ഒന്ന് കൈ ഒഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ചേട്ടനോടൊന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മൾ ആ മുളകൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ. ഈ വറുത്തെടുക്കുന്നതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് കേട്ടോ. എന്നാലും നമ്മളുടെ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക എന്ന് പറയുന്നത്. അതേ കണക്ക് ഇന്ന് ഞങ്ങളൊന്ന് മുളക് വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് അകമെങ്ങാനും പൂത്ത് പോയി കഴിഞ്ഞാൽ ആകെ പണിയാവും, നമ്മളുടെ കാശെല്ലാം വെള്ളത്തിലാവേ. അപ്പോൾ നമ്മളുടെ ഈ അടുക്കള ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തൂത്തിടുക എന്ന് മാത്രമുള്ള ജോലിയും കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം ഒരുവിധം തീരും കേട്ടോ. ഇനി ഞാൻ ഓടിപ്പോയി ഒന്ന് തൂത്തൊക്കെ വാരി വന്നു കഴിഞ്ഞാൽ മുളക് നമുക്ക് വറുക്കാൻ പറ്റത്തുള്ളേ. കുറച്ച് തുടപ്പും കൂടെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡൊന്നും ഞാൻ തുടച്ചില്ല, പെട്ടെന്നായിരുന്നു ചേട്ടൻ പറഞ്ഞത് നമുക്ക് എങ്കിൽ അതൊന്ന് വറുത്തെടുക്കാമെന്നേ. പണ്ടൊക്കെ അമ്മയൊക്കെ വറുക്കുന്ന കണ്ടിട്ടുള്ളത് എന്നല്ലാതെ നമ്മളിതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മളൊന്ന് ചെയ്ത് അതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. അങ്ങനൊരു സാഹചര്യം വന്നു കഴിയുമ്പോഴല്ലേ നമ്മളതൊക്കെ ചെയ്യണമെന്നുള്ളൊരു എന്തിരി വരുന്നത് കേട്ടോ. എത്ര നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയാലും അത് എന്താണെന്നറിയത്തില്ല, 1 or 2 ഒക്കെ അധികം വരും. അതാണ് ആ പാത്രത്തിൽ ഇരിക്കുന്നത്. ഇനി ഇത് ചിലപ്പം വൈകിട്ട് ആരെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. എനിക്കാണെങ്കിൽ ഈ ഫുഡൊക്കെ അധികം വന്നിട്ട് ഇങ്ങനെ കളയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെയും എനിക്ക് ചൂടാക്കി കഴിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 ഗോതമ്പ് പൊറോട്ടയും ഇച്ചിരി കടലക്കറിയും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ ഈ ഗ്യാസ് ഇതാണെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളോട് കൂടിയതാണേ ഈ കക്ഷി. അങ്ങനെ വെച്ച് ഞാൻ ഗ്യാസ് അടുപ്പും കൊണ്ടാണോ കല്യാണം കഴിഞ്ഞ് വന്നതെന്നല്ല. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷന് ഞങ്ങളുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റാണ് ഈ ഗ്യാസ് അടുപ്പ്. അതാണ് ഈ പഴയ ഗ്യാസ് അടുപ്പ്. ഒരു 18 വർഷത്തെ പഴക്കമുണ്ട് ഈ ഗ്യാസ് അടുപ്പിന്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്യാസ് അടുപ്പിൻ്റെ കൊച്ചു കഥ.
ഇതാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട്, ഒരു 18 വർഷമായിട്ട് എൻ്റെ കൂടെ കൂടിയതാണ്. ഇപ്പോഴും ഞാൻ നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി, നമ്മൾ എത്രത്തോളം ഓരോ സാധനത്തിനും, ജീവനില്ലാത്ത സാധനമാണെങ്കിലും നമ്മൾ എത്രത്തോളം അതിനെ കെയർ ചെയ്ത് സൂക്ഷിച്ച് യൂസ് ചെയ്യുന്ന അതേ കണക്കിരിക്കും അതിൻ്റെ എന്താ ആയുസ്സും. ഇപ്പം കണ്ടില്ലേ, എൻ്റെ ഈ ഗ്യാസിന് വലിയ പണികളൊന്നും ഇതുവരെ എനിക്ക് ഈ ഗ്യാസ് തന്നിട്ടില്ല കേട്ടോ. നമ്മളെ പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ല. അത്രയ്ക്കുള്ള അറ്റകുറ്റപ്പണികളൊന്നും നമ്മളിതിൽ ചെയ്തിട്ടുമില്ല. നല്ല ഗ്യാസായിരുന്നു കേട്ടോ. ഗ്യാസ് എന്ന് വെച്ചാൽ ഈ അടുപ്പ്. ഇനി നമുക്ക് വേണ്ടേ ഈ പെരയും കൂടെ ഒന്ന് അടിച്ച് വാരിയിടണം. ഇന്നാണെങ്കിൽ ഞായറാഴ്ചകളിൽ ഞാൻ തുടയ്ക്കാറേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ കാണും. നമ്മൾ ഒരു മുറി തുടച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് ചാടി ആകെ അങ്ങ് അലമ്പാവും കേട്ടോ. അത് കാരണം ഞാനാണെങ്കിൽ ഈ ഞായറാഴ്ചത്തെ തുടപ്പ് അങ്ങനെ നടത്താറേ ഇല്ല. ഞാനങ്ങനെ എന്നും എല്ലാ ദിവസമൊന്നും തുടയ്ക്കുന്ന പതിവും ഇല്ല കേട്ടോ. എൻ്റെ കൈയുടെ ഷോൾഡറിനൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ടായത് കാരണം 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ തുടയ്ക്കുന്നത്. അധികം വലിയ കുട്ടികളല്ലേ, ഒരുപാട് അഴുക്കൊന്നും ആവുന്ന എല്ലാവരും രാവിലെ ജോലിക്ക് പോവും, പഠിക്കാൻ പോവും. അപ്പോൾ ഇങ്ങനെ ചവിട്ടി തേച്ച് കയറാനൊന്നും അധികം ആളില്ലാത്തതുകൊണ്ട് ഒരുപാട് അഴുക്കൊന്നും കാണത്തില്ല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെ മതി. അതാണ്ട് നമ്മളുടെ പണിയൊക്കെ തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ മഴയൊക്കെ ഇവിടെ പോയി, ആകാശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.